എൻ്റെ എല്ലാ യൂട്യൂബ് ഫാമിലിക്കും അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് എൻ്റെ യൂട്യൂബ് ഫാമിലി ഇത് പറയാൻ കാരണം ഇന്ന് എനിക്ക് വന്നിട്ടുള്ള 162 സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് എൻ്റെ ഫാമിലി എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ഇതേപോലെ നിറയെ വീഡിയോസ് നല്ല റെസിപ്പി ആയിട്ട് ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കട്ടെ. ഇന്നത്തെ ഡിഷ് പിന്നെ നമുക്ക് അറിയേണ്ടത് മീൻ ചൂര അച്ചാറാണ് കേട്ടോ. ഇത് എല്ലാ നോമ്പറക്കണ നേരത്തിനും പിന്നെ അത്തായത്തിനൊക്കെ നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു സാധനം ആയതുകൊണ്ട് ഞാൻ ഇന്ന് ഇത് ഉണ്ടാക്കാമെന്ന് റെസിപ്പി എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഡിഷ് മീൻ അച്ചാറാണ് കേട്ടോ. ഇതിനു വേണ്ടി ഞാൻ 1 കിലോ മീനാണ് വാങ്ങിയത്. അതിന് മുള്ളൊക്കെ എടുത്തിട്ട് വലിയ പീസായിട്ട് തന്നെയാണ് അവർ തന്നത്. പിന്നെ ഞാനത് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് വേണം നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. അതിനു വേണ്ടി ഞാൻ മുറിക്കാൻ തുടങ്ങി. ഇതൊക്കെ മുറിച്ച് നന്നാക്കി കഴുകിയിട്ട് പിന്നെ ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് പറയട്ടെ. ഈ സൈസിന് വേണം കേട്ടോ മുറിച്ച് നിങ്ങളെടുക്കുമ്പോൾ ഇതേ സൈസിന് മുറിക്കണം. ഭയങ്കര പൊടിയും ആയി പോകരുത്, വലുതായും പോകാൻ പാടില്ല. ഇപ്പം മീൻ കഴുകി വാരി വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയ മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിനു വേണ്ടി ഞാൻ 2 സ്പൂണ് മുളക് പൊടിയാണ് ഇട്ടിക്കുന്നത്. പിന്നെ ഇട്ടിക്കുന്നത് 1 സ്പൂണ് ഉപ്പുപൊടിയും. നിങ്ങൾ ആവശ്യത്തിന് എത്ര വെച്ചാൽ ഇട്ട് കൊടുത്തോളൂ വേണ്ടിയിട്ടാ. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും. പിന്നെ നമ്മൾ മറ്റേ മസാലയിൽ മിക്സ് ആക്കുന്നതുകൊണ്ട് മീനിന് ആവശ്യത്തിന് ഉണ്ടത് നമ്മൾ ഇടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ മസാല അച്ചാർ ഉണ്ടാക്കുമ്പോൾ മസാല ഉണ്ടല്ലോ അതിലിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിന് ആവശ്യത്തിനുണ്ടത് ഇട്ട് കൊടുത്താൽ മതി. നമ്മളിത് പൊരിച്ചെടുക്കാനും വേണ്ടി ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 100 ഗ്രാം എണ്ണയോളം ഇതിൽ കുറച്ച് കൊടുക്കുക. നമ്മൾ കുറച്ചായിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ കൂടുതൽ എണ്ണ വീത്തണ്ട. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വീത്തിനിട്ട് പൊരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഒരു 100 ഗ്രാം എണ്ണയോളം എടുത്താൽ മതി. നമുക്ക് എന്നിട്ട് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിട്ട ഉടനെ ഇളക്കരുത് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണേ. അതല്ലെങ്കിൽ അടി കരിയുള്ളൂ. പിന്നെ ജാസ്തി റോസ്റ്റ് ആക്കരുത്. റോസ്റ്റ് ആക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാവും. കുറച്ച് സോഫ്റ്റ്നെസ് വേണം. അതുകൊണ്ട് നമ്മളൊന്ന് പൊരിഞ്ഞെന്ന് അറിഞ്ഞ മട്ടത്തിൽ നമ്മളിത് കോരി വെക്കണം കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുണ്ട് മീനും ഇതിൽ കിട്ടുങ്ങാണ്ട് എല്ലാം ഒന്ന് പൊരിച്ചെടുത്തുങ്ങാണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ മസാല എന്താ വെച്ചാൽ നോക്കട്ടെ. ഇത് കുറച്ചായിട്ട് പൊരിച്ച് മുഴുവനും നമുക്ക് തയ്യാറാക്കി വെക്കാം ആദ്യം. ഇതിലേക്ക് നമ്മളൊരു 150 ഗ്രാം എണ്ണയോളം ഒഴിച്ചു കൊടുക്കട്ടെ. ഇനി അതിലേക്ക് ഇടേണ്ടത് കടുക്, ഉലുവ, കുരുമുളക് പൊടിയും 1 സ്പൂണ് ജീരകം. പിന്നെ ഇതിലേക്ക് വേണ്ടി 200 ഗ്രാം വെളുത്തുള്ളി, 200 ഗ്രാം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും. നമുക്കിനി ഈ എണ്ണയിലേക്ക് ഉലുവയും കുരുമുളക് പൊടിയും പിന്നെ കടുക്, ജീരകമൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഇത് നല്ലൊന്ന് പൊട്ടട്ടെ. ഇതൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ
അപ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് വെളുത്തുള്ളി മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് സ്മെല്ല് പോണ വരെ ഒന്ന് ആക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കട്ടെ. ചെറുതായിട്ട് വേണം മുറിക്കാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കേട്ടോ, കൂടുതൽ വലുതാവരുത്. പിന്നെ ഇത് നല്ലൊന്ന് ഇളക്കിയതിൻ്റെ ശേഷം പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു കൊത്ത് കറിവേപ്പിൻ്റെ ഇല ഇതിൽ ഇട്ട് കൊടുക്കേണ്ടി. ഇതൊക്കെ നല്ല മൂക്കട്ടെ. ഇതിനും വേണ്ടി മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി 2 സ്പൂണ് മുളക് പൊടി. ഞാൻ 1 സ്പൂണും കൂടി ഇട്ടിട്ടുണ്ട്. കുറഞ്ഞെന്ന് അറിഞ്ഞപ്പോൾ ഇനി 1 സ്പൂണും കൂടി ഇട്ട് 3 സ്പൂണ് മൊത്തം മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. കുറയണ്ട, കുറച്ച് എരിവൊക്കെ ഉണ്ടായിക്കോട്ടെ. ഇനി നമ്മളിത് പൊരിച്ച് വെച്ച് മീൻ ഇതിലേക്ക് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിൽ എണ്ണ കുറച്ച് കുറവുണ്ട് കേട്ടോ. ഞാൻ എന്തിനാണ് കുറവ് കിട്ടുന്നത്, പൊരിച്ച എണ്ണ ബാക്കിയുണ്ടല്ലോ, അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക വെച്ചിട്ടാണ് ഞാൻ ആദ്യം തന്നെ എണ്ണ കുറച്ചത്. അപ്പോൾ ഈ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഈ എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതെല്ലാം ഒന്ന് നല്ല മിക്സ് ആക്കാം. കുറച്ച് നേരം ഇത് എണ്ണയിൽ അടുപ്പത്ത് തന്നെ നല്ല ഫാസ്റ്റ് തന്നെ വെക്കണം കേട്ടോ. അങ്ങനെ എന്തെങ്കിലും കുറച്ച് വെള്ളമൊക്കെ ആണെങ്കിൽ അതൊന്ന് വറ്റി കിട്ടാനാണ്. അതുകൊണ്ടും വേണ്ടി കുറച്ച് നേരം അടുപ്പത്ത് ഫാസ്റ്റ് തന്നെ വെക്കണം. എന്നിട്ട് അപ്പം ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി. അപ്പോൾ ഈ വെള്ളമൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറ്റി കിട്ടും. ഇതിപ്പോൾ നമ്മളിത് അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല വെള്ളമൊക്കെ വറ്റി വെറും എണ്ണ മാത്രം നിൽക്കുന്നത് കണ്ടില്ലേ. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ പരിപ്പ് കറിക്കും സാമ്പാറിനൊക്കെ നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വിനീഗർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ 1 ഗ്ലാസ് കണക്കെടുത്തിക്കാണ് കേട്ടോ. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം വെച്ചാൽ എടുത്തോളൂ. ഇത് നല്ല വിനീഗർ ആയതുകൊണ്ട് ഞാൻ 1 ഗ്ലാസ് വിനീഗർ എടുത്തിട്ടുണ്ട്. ഇത് കുറേ ദിവസം കേടരാതെ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ വിനീഗർ ഒഴിച്ചത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കഴിക്കാനാണെങ്കിൽ പുളി ഒഴിച്ചാലും മതി. നമ്മൾ കുറച്ച് ദിവസം വെച്ച് കഴിക്കണം എന്ന് പറഞ്ഞാൽ 1 ഗ്ലാസ് വിനീഗർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടി. എനിക്കും വേണ്ടി സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഭയങ്കര വലിയ താങ്ക്സ് കേട്ടോ. ഇതേപോലെ നിങ്ങളെല്ലാവരും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതേപോലെ എനിക്ക് എല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയൊരു റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.